ത്തിന്റെ മുഖ്യ സൂത്രധാരനെ വധിച്ചെന്ന് ജമ്മുകശ്മീർ പോലീസ്. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി ഇന്ന് സൈന്യം നടത്തിയ നടപടിയിൽ 3 ഭീകരരെയാണ് വധിച്ചിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, എങ്ങനെയായിരുന്നു സൈന്യത്തിന്റെ ഓപ്പറേഷൻ? ബൽറാം. റിജിത്ത്, സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് ഇന്ന് ജമ്മു കശ്മീരിലെ ശ്രീനഗറിലെ ഏറ്റുമുട്ടലിൽ ഉണ്ടായിരിക്കുന്നത്. ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ ഭീകരവിരുദ്ധ നടപടിക്ക് സൈന്യം രൂപം നൽകുകയായിരുന്നു. ആട്ടിടയന്മാരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലും തുടർന്ന് നടത്തിയ സാങ്കേതിക പരിശോധനയിലും ഭീകരരുടെ സാന്നിധ്യം ഈ പ്രദേശത്തുണ്ട് എന്നും ലഷ്കർ ഭീകരരാണ് ഇവിടെ താവളമടിച്ചിരിക്കുന്നത് എന്നും സൈന്യം കണ്ടെത്തുകയും തുടർന്ന് ഇന്ന് രാവിലെ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ പുതിയ ഓപ്പറേഷന് രൂപം നൽകുകയുമായിരുന്നു. ഈ ഓപ്പറേഷനിടെയാണ് ഭീകരരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായത്. ഈ ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ ഇതിനകം വധിച്ചു എന്ന സ്ഥിരീകരണമാണ് സൈന്യത്തിൽ നിന്നും ലഭിക്കുന്നത്. ഈ ഏറ്റുമുട്ടൽ അവസാനിച്ചതിന് പിന്നാലെ മേഖലയിൽ ഡ്രോൺ ഉപയോഗിച്ച് സൈന്യം പരിശോധന നടത്തിയതിൽ നിന്നും 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ കൊല്ലപ്പെട്ട ഭീകരരിൽ 2 പേർ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് എന്ന സൂചനയാണ് സൈന്യത്തിന് ലഭിച്ചിരിക്കുന്നത്. ജമ്മു കശ്മീർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ സ്ഥിരീകരണം നൽകുന്നത്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ മുഖ്യ സൂത്രധാരൻ ഈ ഒരു ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്നാണ് ജമ്മു കശ്മീർ പോലീസ് നൽകുന്ന സ്ഥിരീകരണം. എന്നാൽ ഇവരുടെ പേര് വിവരങ്ങളോ മറ്റ് വിശദാംശങ്ങളോ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇക്കാര്യങ്ങൾ സാങ്കേതികമായി തന്നെ പരിശോധനകൾ നടത്തി സ്ഥിരീകരിച്ച ശേഷം മാത്രമായിരിക്കും മറ്റ് വിശദാംശങ്ങൾ, ഈ ഭീകരരുടെ പേര് വിവരങ്ങൾ അടക്കമുള്ള വിശദാംശങ്ങൾ പുറത്തുവിടുക. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ ചർച്ച നടക്കുന്ന ദിനം തന്നെയാണ് ഈ ഏറ്റുമുട്ടലിൽ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർ ഉൾപ്പെടെയുള്ളവരെ വധിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ബൽറാം, ഈ പ്രതിപക്ഷം നിരന്തരമായി ഉയർത്തുന്ന ഒരു ചോദ്യമായിരുന്നു ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകളെ പിടികൂടാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ വധിക്കാൻ കഴിയുന്നില്ല എന്നുള്ള വിമർശനം. അതിനിടയിൽ സൈന്യത്തിന്റെ ഭാഗമായി ഈ തെരച്ചിൽ, അവരെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ, വനമേഖല കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ, ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവരെ നേരത്തെ തന്നെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? പുതിയ അത്യാധുനികമായ സാങ്കേതിക വിദ്യകളടക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവരെ ലൊക്കേറ്റ് ചെയ്യുകയും തുടർന്നൊരു ആക്ഷൻ പ്ലാനിലൂടെ വധിക്കുകയും ചെയ്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? ബൽറാം. റീജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ പഹൽഗാം ഭീകരാക്രമണം തുടർന്ന് അതിന് മറുപടി നൽകാൻ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ, ഇതിലൂടെ 100-ലേറെ ഭീകരരെയും ഭീകര താവളങ്ങളെയും തകർക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കഴിഞ്ഞിരുന്നു. എങ്കിൽ പോലും പ്രതിപക്ഷം ഉന്നയിച്ച ഒരു ചോദ്യം, ഈ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരർക്ക് വേണ്ടി വനമേഖലയിൽ ദിവസങ്ങളോളം തെരച്ചിൽ നടത്തിയെങ്കിലും അവരെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ എവിടെ പോയി, എന്ത് പറ്റി അവർക്ക് എന്നുള്ള ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിനാണ് ഒരു പരിധിവരെ ഉത്തരം നൽകാൻ ഈ ഓപ്പറേഷൻ മഹാദേവിലൂടെ കഴിഞ്ഞിരിക്കുന്നത്. ഈ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ കഴിഞ്ഞ 97 ദിവസമായി ജമ്മു കശ്മീരിലെ വനമേഖലകളിൽ ഉൾപ്പെടെ സൈന്യവും പോലീസും സംയുക്തമായി നടത്തി വരികയായിരുന്നു. അതിനിടെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഈ ശ്രീനഗറിലെ വനമേഖലയോട് ചേർന്ന് ഭീകരവാദികളുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കൃത്യമായ വിവരം സൈന്യത്തിന് ലഭിച്ചത്. അത് ആട്ടിടയന്മാരിൽ നിന്നും ലഭിച്ച വിവരമായിരുന്നു. ഈ ഒളിച്ചിരിക്കുന്നത് ലഷ്കർ ഭീകരവാദികളാണ് എന്ന വിവരവും സൈന്യത്തിന് ലഭിച്ചു. തുടർന്നാണ് ഇവരുടെ ആശയവിനിമയം, ഈ റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ളവ സൈന്യത്തിന് തെളിവായി ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ പുതിയ ഓപ്പറേഷന് രൂപം നൽകുകയും ഈ ഭീകരവാദികളുടെ ഒളിത്താവളം സൈന്യം വളയുകയും ചെയ്തത്. തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിലാണ് 3 ഭീകരവാദികളെ വധിച്ചത്. ഇവരിൽ നിന്നും വലിയ തോതിലുള്ള സ്ഫോടക വസ്തു ശേഖരം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. ഈ മേഖലയിൽ ഇപ്പോഴും ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണെന്നാണ് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നത്. റീജിത്ത്. ശരി, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനെ വധിച്ചു എന്ന് ജമ്മുകശ്മീർ പോലീസ് സ്ഥിരീകരിക്കുന്നു. ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി ഇന്ന് സൈന്യം നടത്തിയ നടപടിയിൽ 3 ഭീകരരെയാണ് വധിച്ചിരിക്കുന്നത്. ഇതിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ആട്ടിടയന്മാർ കൈമാറിയ വിവരം, അതിനെ തുടർന്ന് സൈന്യം നടത്തിയ നീക്കം ഓപ്പറേഷൻ മഹാദേവിന്റെ ഭാഗമായി ആ ഓപ്പറേഷനിൽ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ കൂടി വധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അത് സംബന്ധിച്ച സ്ഥിരീകരണം സൈന്യമാണ് നടത്തേണ്ടത്. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ഡൽഹിയിൽ നിന്ന്.